മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചത്. രണ്ട്, ഗാന്ധി വധത്തിനെ കുറിച്ച് പറഞ്ഞത്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു എന്നറിഞ്ഞ് ടിവിയിലൂടെയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. സന്ദീപ് വന്നില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും അവകാശപ്പെട്ടു. ഇല്ല, ഞാൻ ടി വി കണ്ടിട്ട് അറിയാം. അപ്പോൾ അത്രയല്ലേ ആവശ്യമുള്ളൂ. കാരണം ഞാൻ അത്ര അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനൊന്നുമല്ല. ഞാനൊരു എളിയ പ്രവർത്തകനല്ലേ. ഓരോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്നതൊക്കെ സാധാരണ ജനാധിപത്യത്തിൽ പതിവുള്ള ഏർപ്പാടാണ്. അതിലത്രയും അത്ഭുതമൊന്നുമില്ല. അപ്പോൾ നാളെ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരനോ ജോർജ് കുര്യനോ കോൺഗ്രസ്സിലേക്ക് വന്നാൽ ഞാനതിനെ സ്വാഗതം ചെയ്യും. ഞാൻ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എനിക്ക് രണ്ട് ഒബ്ജക്ഷന് മാത്രമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചു. രണ്ട്, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു. ഇന്നലെ സന്ദീപ് വാര്യർ നടത്തിയത് പൊളിറ്റിക്കലാണ്. സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യം. അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ്. അത് 100% ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അതൊന്നുമല്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, കഴിഞ്ഞ ദിവസങ്ങളിൽ CPM ഉൾപ്പെടെ ഉന്നയിച്ച വിമർശനം, കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതിൽ അതൃപ്തിയുണ്ട് എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ തന്നെ പല പഴയ പോസ്റ്റുകളുമൊക്കെ കുത്തിപ്പൊക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പിന്നാലെയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് തന്നെ ഇപ്പോൾ പരസ്യമായി ഈ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗൗതം, സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് അത് കോൺഗ്രസ് നേതാക്കളെ രണ്ട് തട്ടിലേക്ക് ആക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അതിൻ്റെ കൃത്യമായ എതിർപ്പ് ഇന്ന് കെ മുരളീധരൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ആ എതിർപ്പ് കൃത്യമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു വെച്ചതാണ്. കാരണം രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായും ഊന്നി പറയുന്നത്. അത് ഒന്ന്, സന്ദീപ് വാര്യർ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ഭാരത് ജോഡോ യാത്ര നടത്തുന്ന ഘട്ടത്തിൽ കാശ്മീരിലേക്കല്ല യാത്ര നടത്തേണ്ടത്, ആൻഡമാനിലേക്കാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തേണ്ടിയിരുന്നത്. അന്ന് ഈ സവർക്കർ കിടന്നിട്ടുണ്ടായിരുന്ന ആ ജയിൽ കണ്ട് അദ്ദേഹം ക്ഷമാപണം നടത്തണമായിരുന്നു എന്നടക്കമുള്ള പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയ്ക്കൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കുതിരവട്ടത്തായിരുന്നു അദ്ദേഹം ചികിത്സയ്ക്ക് പോകേണ്ടിയിരുന്നത് എന്നടക്കമുള്ള പല കാര്യങ്ങളും സന്ദീപ് വാര്യർ പറഞ്ഞു വെച്ചതായിരുന്നു എന്ന് കെ മുരളീധരൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോട് നടത്തുന്ന ക്ഷമാപണത്തിന് തുല്യമാകുമായിരുന്നു എന്നടക്കം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത്. വ്യക്തിപരമായി രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ച കാര്യത്തോട് വിയോജിപ്പുള്ളത് കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഗാന്ധി വധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അതും എതിർപ്പായിട്ട് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ തന്നെ താൻ സന്ദീപ് വാര്യരുടെ ഈ വരവിനെ അത് TV-യിലൂടെ മാത്രം കണ്ടതാണ്, മറ്റ് എതിർപ്പുകളൊന്നും തനിക്ക് സന്ദീപ് വാര്യരോട് ഇല്ല എന്നത് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും വന്നതിലെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവിനെ കൃത്യമായി വിമർശിക്കുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിയട്ടെ, ഇന്നലെ മുതൽ അദ്ദേഹം കോൺഗ്രസിലെ ആളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി അദ്ദേഹത്തെ ആ രീതിയിൽ കണ്ടാൽ മതി എന്ന രീതിയിലാണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ കാര്യങ്ങൾക്കൊപ്പം തന്നെ ഇനിയിപ്പോൾ നാളെ BJP-യിൽ നിന്ന് സുരേഷ് ഗോപി വരികയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ കെ മുരളീധരൻ പരസ്യമായി തന്നെ ഈ അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് തനിക്ക് അതൃപ്തിയുണ്ട്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ഒപ്പം ഗാന്ധി വധത്തെ ന്യായീകരിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് തൻ്റെ വിയോജിപ്പെന്നും കെ മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും അഞ്ജു ജയപ്രകാശ്.